കൊച്ചി കളമശ്ശേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മൃതദേഹം ഇന്ന് കുടുംബത്തിന് വിട്ടു നൽകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൈദരാബാദിൽ നടത്തിയ DNA പരിശോധനയിലാണ് മൃതദേഹം സൂരജ് ലാമയുടേതെന്ന് സ്ഥിരീകരിച്ചത്. വിഷ്ണു സുരേഷ് വാർത്തയുടെ വിവരങ്ങളുമായി. വിഷ്ണു, ഈ വാർത്തയ്ക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ തോന്നുന്നില്ല, എന്നാലും ഗുഡ് മോർണിംഗ്. ഇന്നലെ ഹൈക്കോടതി അതിൽ കടുത്ത അമർഷം, കടുത്ത രോഷം രേഖപ്പെടുത്തിയതാണ്. നാണക്കേട് തോന്നുന്നുവെന്ന് കോടതി പറഞ്ഞതാണ്. സിസ്റ്റത്തിന്റെ പരാജയത്തിന് ആ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു എന്ന് കോടതി പറഞ്ഞതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുതൽ അതിന്റെ സൂരജ് ലാമയെ കാണാനില്ല എന്ന 8-ാം തീയതിയിലെ പരാതി മുതൽ സൂരജ് ലാമയെ മരിച്ചിടത്തുനിന്ന് കണ്ടെത്തിയവർ നോക്കിയാൽ അനാസ്ഥകളുടെ ഒരു മഹാഘോഷയാത്ര നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. കോടതി പറഞ്ഞ പോലെ തന്നെയാണ് കേരളത്തിന് സൻഡോൺ ലാമയോട് സിസ്റ്റം പരാജയത്തിൽ മാപ്പ് പറയാനുള്ളത്. വിഷ്ണു, അങ്ങേറ്റം ഗുരുതരമായ വീഴ്ച എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തുനിന്നും ഈ സൂരജ് ലാമയുടെ വിഷയത്തിൽ ഉണ്ടായി എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അത് നമുക്കൊന്ന് നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകും. കുവൈറ്റിൽ 4 റെസ്റ്റോറന്റുകൾ ഉണ്ടായിരുന്ന ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഡീപ്പോർട്ട് ചെയ്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക്, തൃക്കാക്കര പോലീസിന്റെ പക്കൽ അദ്ദേഹത്തെ ലഭിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് പിന്നീട് ലാമ എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മിസ്സായി എന്ന് പറയുന്ന ലാമ അതിന്റെ ഏകദേശം 300 മീറ്റർ ഇപ്പുറത്ത് ജീർണിച്ച ശരീരവുമായി അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചുവെന്ന് ഇത് മുൻപുള്ള പരിശോധനകൾ നടത്തിയാൽ വളരെ കൃത്യമായി തന്നെ മനസ്സിലാകും. അത് തന്നെയാണ് കോടതിയും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ കോടതി ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഈ നെടുമ്പാശ്ശേരി SHO ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുമായി കോടതിക്ക് മുമ്പായി നേരിട്ട് ഹാജരാകണം. ഈ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചില നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു പോലീസിനെന്ന കോടതി വ്യക്തമാക്കുന്നു. കാരണം ഒരിടത്ത് നെടുമ്പാശ്ശേരി പോലീസിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലീസ് സേനയുടെ തന്നെ തൃക്കാക്കരയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ലാമയെ കിട്ടുകയാണ്. എന്നിട്ടും ലാമ മിസ്സാവുന്ന സാഹചര്യമുണ്ടായി. അത് കൃത്യമായ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായില്ല എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. കുവൈറ്റിലായിരുന്നെങ്കിൽ ലാമ ജീവനോടെ ഉണ്ടാകുമെന്ന ഗുരുതര പരാമർശവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തി. അത് കേരളത്തിലെ ഇത്തരം സംവിധാനങ്ങളോടുള്ള അവരുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന ഒരു പരാമർശം കൂടിയാണ്. ഇന്നലെ അടിയന്തരമായി തന്നെ ലാമയുടെ മൃതദേഹം വിട്ടു നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ആ മൃതദേഹം ഇന്ന് രാവിലെ ഒരു 11 മണിയോടുകൂടി കുടുംബത്തിന് വിട്ടു നൽകും. അതിനുശേഷം അവർ ബംഗളൂരുവിലേക്ക് പോകുന്നില്ല. കേരളത്തിൽ തന്നെ സംസ്കാരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമയം ഇപ്പോഴും അറിയിച്ചിട്ടില്ല. എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത്. അതേ നിലപാടിൽ തന്നെ കോടതി നിൽക്കുന്നു. അടുത്ത ദിവസം തന്നെ ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിനുശേഷമായിരിക്കും വീഴ്ച സംഭവിച്ചവർക്കെതിരെയുള്ള തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ആലോചനയിലേക്ക് പോകുക. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.